വർഷങ്ങളായി യു.എസിൽ ജീവിക്കുന്ന അവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ പതിനായിരക്കണക്കിന് വിദേശ തൊഴിലാളികൾ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ്. താൽക്കാലിക ജോലി പെർമിറ്റുകളുടെ കാലാവധി അവസാനിക്കുന്നതോടെ ഇവരെ എത്രയും വേഗം ജോലിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് യു.എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി കമ്പനികൾക്ക് കടുത്ത നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഇമിഗ്രേഷൻ പ്രതിസന്ധിയായി ഇത് മാറിക്കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ ഈ TPS പെർമിറ്റ്? എന്തുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം ഇത് നിർത്തലാക്കാൻ ശ്രമിക്കുന്നത്? ഇത് യു.എസ് സമ്പദ് വ്യവസ്ഥയെയും അവിടെയുള്ള വിദേശ തൊഴിലാളികളെയും എങ്ങനെയെല്ലാം ബാധിക്കുമെന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് ടെമ്പററി പ്രൊട്ടക്ട് സ്റ്റേറ്റസ് എന്ന് നോക്കാം. എന്താണ് ഈ താൽക്കാലിക സംരക്ഷണ പദവി അഥവാ TPS എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 1990-ലാണ് യു.എസ് ഈ മാനുഷിക പരിഗണന മുൻനിർത്തിയുള്ള നിയമം കൊണ്ടുവന്നത്. സ്വന്തം രാജ്യത്ത് ആഭ്യന്തര യുദ്ധം, കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി, ഭൂകമ്പം പോലെയുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ കാരണം ജീവിക്കാൻ സാഹചര്യമില്ലാത്ത വിദേശികൾക്ക് യു.എസ് താൽക്കാലികമായി നൽകുന്ന നിയമപരമായ താമസ തൊഴിൽ അനുമതിയാണിത്. ഇത് പ്രകാരം യോഗ്യരായ ആളുകൾക്ക് യു.എസിൽ തുടരാനും നിയമപരമായി ജോലി ചെയ്യാനും സാധിക്കും. നിലവിൽ ഹെയ്തി, സിറിയ, മ്യാൻമാർ, എത്യോപ്യ, സൊമാലിയ, ദക്ഷിണ സുഡാൻ, യമൻ തുടങ്ങിയ 12ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ ആനുകൂല്യത്തോടെ യു.എസിൽ ജീവിക്കുന്നുണ്ട്. നാഷണൽ ഇമിഗ്രേഷൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് വലിയ 5 രാജ്യങ്ങളിൽ നിന്ന് മാത്രം ഏകദേശം 20,000-ഓളം TPS ഹോൾഡർമാരുണ്ട്. ഇതിനു പുറമെ 3.3 ദശലക്ഷത്തിലധികം ഹെയ്തിക്കാരും 6,000-ലധികം സിറിയക്കാരും ഈ സംരക്ഷണ പദവിയിൽ യു.എസിൽ കഴിയുന്നുണ്ട്. ഇനി ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് വിശദമായി നോക്കാം. ട്രംപ് ഭരണകൂടം തങ്ങളുടെ ഇമിഗ്രേഷൻ നിയമങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഈ പദ്ധതി നിർത്തലാക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ മാസം യു.എസ് സുപ്രീം കോടതിയിൽ നിന്ന് ഇതിനായി അവർക്ക് നിയമപരമായ അനുമതിയും ലഭിച്ചു. തുടർന്ന് ഈ പെർമിറ്റുകളുടെ കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഭരണകൂടം വളരെ ചെറിയൊരു കാലാവധി നീട്ടി നൽകി. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് കമ്പനികൾക്ക് നൽകിയ നിർദ്ദേശം വരും ആഴ്ചകളിൽ തന്നെ ഇവരെ പിരിച്ചുവിടണം എന്നാണ്. ഇത് യു.എസിലെ കമ്പനികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഹെയ്തിയിൽ നിന്നുള്ള തൊഴിലാളികളുടെ പെർമിറ്റ് ജൂലൈ 24 വരെ മാത്രമാണ് നീട്ടിയത്. എത്യോപ്യ, മ്യാൻമർ, സൊമാലിയ, ദക്ഷിണ സുഡാൻ, സിറിയ, യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ പെർമിറ്റ് ജൂലൈ 17ഓടെ അവസാനിക്കും. ഇത് 2ാം തവണയാണ് വളരെ ചെറിയ ദിവസങ്ങളിലേക്ക് മാത്രം പെർമിറ്റ് നീട്ടി നൽകുന്നത്. ഈ തീയതികളിലെ മാറ്റവും ഭരണകൂടത്തിന്റെ കർശനമായ നിയമവും കാരണം പല വൻകിട കമ്പനികളിലും പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉള്ളത്. യു.എസ് ബിസിനസ് ഇമിഗ്രേഷൻ കൊയിലേഷന്റെ ലീഗൽ കൗൺസിലറായ ജേക്കബ് മോണ്ടി വ്യക്തമാക്കുന്നത്, വലിയ പിഴ ഭയന്ന് പല കമ്പനികളും ഔദ്യോഗികമായി കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ തങ്ങളുടെ വിശ്വസ്തരായ ജീവനക്കാരെ ജോലിയിൽ നിന്നും ഒഴിവാക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്നാണ്. യു.എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കൃത്യമായ ഒരു വിശദീകരണവും നൽകാത്തതാണ് ഈ കടുത്ത ആശയക്കുഴപ്പത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രമുഖ യൂണിയൻ നേതാവായ വെൽഡി വാൾസ് പറയുന്നത്, ഫ്ലോറിഡയിലെ പ്രശസ്ത വിമാനത്താവളത്തിലെയും മറ്റു നിരവധി ജീവനക്കാരെ ഇതിനോടകം തന്നെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ്. തൊഴിലാളികളും കമ്പനികളും ഇപ്പോൾ വലിയൊരു അനിശ്ചിതത്വത്തിലൂടെയാണ് ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ് ട്രംപ് ഭരണകൂടം ഇത്രയും കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് എന്ന സംശയമായിരിക്കും ഇപ്പോൾ നമുക്കുള്ളത്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. മുൻ ഭരണകൂടം കൃത്യമായ പരിശോധനകൾ നടത്താതെയാണ് വിദേശികൾക്ക് ഇത്തരം പെർമിറ്റുകൾ വാരിക്കോരി നൽകിയതെന്നും ഇത് യു.എസ് പൗരന്മാരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. അമേരിക്കൻ ജോലികൾ അമേരിക്കക്കാർക്ക് തന്നെ എന്ന മുദ്രാവാക്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇതിന്റെ മറുവശം പരിശോധിച്ചാൽ ഈ വിദേശ തൊഴിലാളികൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണെന്ന് വ്യക്തമാകും. FWD.US എന്ന ഇമിഗ്രേഷൻ അഡ്വക്കസി സംഘടനയുടെ പഠന റിപ്പോർട്ട് അനുസരിച്ച് TPS പെർമിറ്റുള്ള വിദേശ തൊഴിലാളികൾ ഓരോ വർഷവും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏകദേശം $29 ബില്യൺ സംഭാവനയാണ് നൽകുന്നത്. അതിലുപരി അവർ ഏകദേശം $7.8 ബില്യൺ നികുതിയായും യു.എസ് സർക്കാരിലേക്ക് കൊടുക്കുന്നുണ്ട്. ഹോട്ടൽ വ്യവസായം, ഫുഡ് സർവീസ്, എയർപോർട്ടുകൾ, കൺസ്ട്രക്ഷൻ മേഖലകൾ എന്നിവയെല്ലാം വലിയ തോതിൽ ഈ തൊഴിലാളികളെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ഇവരെ പെട്ടെന്ന് പിരിച്ചുവിടുന്നത് ഈ മേഖലകളെ തകിടം മറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്ക കെട്ടിപ്പടുക്കുന്നതിൽ വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് മനുഷ്യർ ഇന്ന് സ്വന്തം ഭാവി എന്താകുമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ്. ഒരു വശത്ത് ഭരണകൂടത്തിന്റെ കടുത്ത നിയമങ്ങൾ,
മറുവശത്ത് തങ്ങളെ ആശ്രയിക്കുന്ന കമ്പനികളുടെ നിസ്സഹായ അവസ്ഥ. ഈ കാത്തിരിപ്പ് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. വരും ദിവസങ്ങളിൽ ട്രംപ് ഭരണകൂടം കടുത്ത ഇമിഗ്രേഷൻ പരിഷ്കരണങ്ങളിലേക്ക് കടക്കുമെന്നാണ് സൂചനകൾ.